വനം മന്ത്രി കെ ശശീന്ദ്രൻ ജനങ്ങൾക്ക് ഭാരമാകുന്നു. വന്യമൃഗങ്ങൾ മനുഷ്യനെ വീട്ടിൽ വരെ കയറി ആക്രമിച്ചു കൊല്ലുമ്പോഴും ചെറുവിരൽ പോലും അനക്കാതെ വനം വകുപ്പിൽ ഉറക്കം തൂങ്ങിയിരുന്ന് ഭരിക്കുകയാണ് വനം മന്ത്രി കെ ശശീന്ദ്രൻ. 2023-24 വനം വകുപ്പിന്റെ പദ്ധതി ചെലവ് 38% മാത്രമാണ്. വന്യജീവി സംഘർഷം കുറയ്ക്കാൻ ബജറ്റിൽ വകയിരുത്തിയ 30.85 കോടിയിൽ ചെലവഴിച്ചത് 19.43 കോടി മാത്രമാണെന്ന് പ്ലാനിംഗ് ബോർഡ് കണക്കുകൾ വ്യക്തമാക്കുന്നു. 2016 മുതൽ 2023 വരെ 909 പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ടയിൽ വീടിന് സമീപമുള്ള പുരയിടത്തിലെ കൃഷി നശിപ്പിച്ച കാട്ടാനയെ ഓടിക്കാൻ ശ്രമിച്ച ബിജു എന്ന കർഷകനെ ആന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു കൊന്നത്. മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള വിവിധ മാർഗങ്ങൾക്കായി 2023-24 ബജറ്റിൽ 30.85 കോടിയാണ് വകയിരുത്തിയിരുന്നത്. വന്യജീവി സങ്കേതങ്ങൾ മെച്ചപ്പെടുത്തുക, നിർമ്മാണ പ്രവൃത്തികൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ നവീകരിക്കുക, ദ്രുതകർമ്മ സേനകൾ ശക്തിപ്പെടുത്തുക, പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തുക, മൃഗങ്ങളുടെ വരവിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുക, പൊതുജന സഹായത്തോടു കൂടിയുള്ള ഇൻഷുറൻസ് പദ്ധതി, ഭൂവിനിയോഗത്തെ സംബന്ധിച്ചും അനുയോജ്യമായ കൃഷി രീതികളെ സംബന്ധിച്ചും അവബോധ പരിപാടികൾ സംഘടിപ്പിക്കുക, വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നുള്ള രക്ഷാമാർഗങ്ങൾ അവലംബിക്കുക, വനത്തിലെ ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കുക തുടങ്ങിയ പ്രവൃത്തികൾക്കാണ് സ്റ്റേറ്റ് പ്ലാനിൽ 30.85 കോടി വകയിരുത്തിയത്. മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട ടൂൾ ആണ് പദ്ധതി ചെലവ്. വന്യമൃഗങ്ങൾ മനുഷ്യനെ ഓടിച്ചിട്ട് കൊല്ലുമ്പോഴും വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വകയിരുത്തിയ തുകയിൽ 11.42 കോടിയാണ് കെ ശശീന്ദ്രൻ പാഴാക്കിയത്. കെ ശശീന്ദ്രൻ മന്ത്രിസഭയ്ക്ക് മാത്രമല്ല ജനങ്ങൾക്ക് തന്നെ ഭാരമാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട് തന്നെ തെളിയിക്കുന്നത്.